ആധുനിക കാലത്തെ യുദ്ധങ്ങളിൽ വ്യോമ സംവിധാനങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഒരു രാജ്യത്തിന്റെ സേനയ്ക്ക് ഡ്രോണുകൾ മാത്രം പോരാ, കൂടെ കരുത്തുറ്റ മിസൈലുകളും ആവശ്യമാണ്. ആകാശയുദ്ധങ്ങളിൽ ഇന്ത്യക്ക് കരുത്താകുന്ന ഇന്ത്യയുടെ ആവനാഴിയിലെ ഏറ്റവും പുതിയ വജ്രായുധമാണ് അസ്ത്ര MK1 മിസൈലുകൾ. റഷ്യൻ അമേരിക്കൻ നിർമ്മിത മിസൈലുകളോട് കിടപിടിക്കുന്ന സാങ്കേതിക വിദ്യ കുറഞ്ഞ ചിലവിൽ വികസിപ്പിച്ച് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യക്ക് മുന്നിൽ വലിയ വാണിജ്യ സാധ്യതകൾ കൂടിയാണ് അസ്ത്ര MK1 തുറന്നു കൊടുക്കുന്നത്. ഇന്ത്യയിലെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ എയർ ടു എയർ മിസൈലാണ് അസ്ത്ര MK1. ഇതൊരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ കൂടിയാണ്. അതായത് പൈലറ്റിന്റെ കണ്ണിൽ പെടാത്ത അത്രയും ദൂരത്തുള്ള ലക്ഷ്യങ്ങളെ പോലും തകർക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. ശബ്ദത്തേക്കാൾ 4.5 ഇരട്ടി വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 20 കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങളെ വരെ ഇതിന് തകർക്കാനാകും. 80 മുതൽ 110 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ഭേദിക്കാനും അസ്ത്രയ്ക്ക് ശേഷിയുണ്ട്. ഇതിന്റെ അടുത്ത വെർഷനായ MK2-ന് 160 കിലോമീറ്ററിലധികം പരിധിയുണ്ടെന്നാണ് പറയുന്നത്. 2026 ജൂലൈയിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും ഒപ്പുവെച്ച പ്രതിരോധ കരാറിലൂടെ അസ്ത്ര മിസൈൽ വാങ്ങുന്ന ആദ്യ വിദേശ രാജ്യമായി ഇന്തോനേഷ്യ മാറി. മറ്റ് ആഗോള മിസൈലുകളെ അപേക്ഷിച്ച് അസ്ത്രയുടെ ചെലവ് വളരെ കുറവാണ്. അതിനാൽ തന്നെ വിയറ്റ്നാം, ഫിലിപ്പീൻസ് തുടങ്ങിയ മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും ഇന്ത്യയെ ഇക്കാര്യത്തിൽ സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിസൈൽ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന്റെ വരുമാനത്തിൽ വലിയ വർധനയ്ക്ക് ഒരു സാധ്യതയും കാണുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു അസ്ത്ര MK1 മിസൈലിന്റെ ഏകദേശ നിർമ്മാണ ചെലവ് 7 മുതൽ 8 കോടി രൂപ വരെയാണ്. ഏകദേശം 8.4 ലക്ഷം മുതൽ 9.6 ലക്ഷം അമേരിക്കൻ ഡോളർ. അന്താരാഷ്ട്ര വിപണിയിലെ മറ്റ് സമാന മിസൈലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറവാണ്. അതായത് വാങ്ങുന്നവർക്ക് വലിയ ലാഭമാണ്. ഇന്ത്യ സ്വന്തം ആവശ്യത്തിനായി ഭാരത് ഡൈനാമിക്സുമായി 2,971 കോടി രൂപയുടെ കരാറും ഒപ്പിട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും വാങ്ങുന്ന അസ്ത്ര മിസൈലുകൾ ഇന്തോനേഷ്യയുടെ പക്കലുള്ള റഷ്യൻ നിർമ്മിത സുഖോയ് Su-30, Su-27 യുദ്ധവിമാനങ്ങളിലാണ് ഘടിപ്പിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള സമാനമായ സുഖോയ് Su-302 MKM വിമാനങ്ങളിൽ അസ്ത്ര മിസൈൽ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ രീതി തന്നെ ഇന്തോനേഷ്യയിലും ആവർത്തിക്കും. എന്നാൽ ഇന്ത്യയുമായുള്ള ഇന്തോനേഷ്യയുടെ ബ്രഹ്മോസ് അസ്ത്ര ഡീലിൽ ചൈന ഇതിനോടകം ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഏകദേശം $630 മില്യൺ, അതായത് 10,000 കോടി ഇന്ത്യൻ രൂപ മതിക്കുന്ന വിപുലമായ പ്രതിരോധ പാക്കേജിന്റെ ഭാഗമായാണ് ഈ മിസൈൽ ഇടപാടുകൾ. അസ്ത്ര മിസൈൽ ഇന്തോനേഷ്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളും സാങ്കേതിക പിന്തുണയുമൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഇടപാടെന്നും റിപ്പോർട്ടുണ്ട്. ഇത് ഇന്തോനേഷ്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഇടപാടല്ല. യുദ്ധ സാഹചര്യങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച ഇന്ത്യൻ മിസൈലുകൾക്ക് ഒട്ടേറെ രാജ്യങ്ങളിലേക്കും വിപണി കിട്ടാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 12 മടങ്ങ് വർദ്ധിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കും. 2014-15 സാമ്പത്തിക വർഷത്തിൽ 1,941 കോടി രൂപയായിരുന്ന പ്രതിരോധ കയറ്റുമതി 2024-25 ആയതോടെ 23,622 കോടി രൂപയായി ഉയരുകയായിരുന്നു. 2028-29 ഇത് 50,000 കോടി രൂപയിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്.